ക്ഷേത്ര ദർശനം. ഇന്ന് ദർശനം നടത്തുന്ന ക്ഷേത്രം നമ്മുടെ തമിഴ്നാട്ടിലെ കുംഭകോണത്തുള്ള ആദി കുംഭേശ്വര ക്ഷേത്രത്തിലേക്കാണ്. പാർക്കിംഗ് സൗകര്യമൊക്കെ ഇവിടെ വളരെ കുറവാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ വണ്ടി കുറച്ച് ദൂരെ മാറ്റിയിട്ടതിന് ശേഷം വേണം ഇറങ്ങി തിരികെ പുറകിലേക്ക് നടക്കാൻ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിപുരാതന ക്ഷേത്ര സങ്കേതമാണ് ആദി കുംഭേശ്വര ക്ഷേത്രം. തമിഴ്നാട്ടിലെ പ്രശസ്തമായ കുംഭകോണം നഗരത്തിലാണ് പുണ്യവും പരിപാവനവുമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭഗവാൻ ശ്രീ പരമേശ്വരനെ ആദി കുംഭേശ്വരരായി ഇവിടെ ആരാധിക്കുന്നു. ക്ഷേത്രമധ്യത്തിലായാണ് ആദി കുംഭേശ്വരർ കുടികൊള്ളുന്ന ശ്രീകോവിൽ. അനശ്വരതയുടെ അമൃതും മണലും കലർത്തി ശിവഭഗവാൻ തന്നെ നിർമ്മിച്ചതെന്ന് വിശ്വസിക്കുന്ന ലിംഗരൂപത്തിലാണ് മുഖ്യപ്രതിഷ്ഠയായ ആദി കുംഭേശ്വരർ ഇവിടെ കുടികൊള്ളുന്നത്. ഒമ്പതാം നൂറ്റാണ്ടിൽ ചോളന്മാർ നിർമ്മിച്ച ഈ ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ടതാണ്. കുംഭേശ്വരരായി ശിവനും മംഗളാംബിക അമ്മനുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. 128 അടി ഉയരമുള്ള കിഴക്കേ ഗോപുരവും 27 നക്ഷത്രങ്ങളും 12 രാശികളും കൊത്തിയ 16 തൂണുകളുള്ള മണ്ഡപവും ഇവിടുത്തെ പ്രത്യേകതയാണ്. 7-ാം നൂറ്റാണ്ടിലെ തമിഴ് ശൈവ കാനോനികവും മഹത്തായ കൃതിയുമായ തേവാരത്തിൽ ആദി കുംഭേശ്വരനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഇവിടെ കുടികൊള്ളുന്ന പാർവതീദേവിയെ മംഗളാംബികെ അമ്മൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്രധാന ശ്രീകോവിലിന് സമാന്തരമായി ഇടതുഭാഗത്തുള്ള ശ്രീകോവിലിലാണ് മംഗളാംബികൈദേവി വാഴുന്നത്. ഐതിഹ്യപ്പെരുമയാൽ പ്രശസ്തമാണ് ഈ ക്ഷേത്രം. കുംഭകോണം എന്ന സ്ഥലപ്പേര് തന്നെ ഇവിടുത്തെ ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദർശനം കഴിഞ്ഞിറങ്ങിയ ഞങ്ങളെ അനുഗ്രഹിക്കാനായി തിലകക്കുറിയണിഞ്ഞ ഒരു പിടിയാന റെഡിയായി പുറത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ കയ്യിലുള്ള പൈസ എത്രയാണെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ തുമ്പിക്കൈ വെച്ച് ആ പിടിയാന അനുഗ്രഹിക്കുന്നത് കാണാം. തികച്ചും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണിത്. കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുവാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്